സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഗാസയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഒരു സുപ്രധാന ചർച്ച നടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ് ഇത്. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുരക്ഷാ കൗൺസിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് വളരെ നിർണായകമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഗാസ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ ശക്തമായി എതിർക്കുന്ന പ്രമേയവുമായി റഷ്യ രംഗത്തെത്തി. തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് റഷ്യ നടത്തിയത്. ബോർഡ് ഓഫ് പീസ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് റഷ്യ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം. അതായത് ഗാസയുടെ കാര്യം അമേരിക്കയും ഇസ്രയേലും അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ നൽകുന്നത്. ഇത് ഇറാന്റെ കൂടി അറിവോടെയുള്ള നീക്കമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് പിന്നാലെ ചൈനയും അമേരിക്കൻ പ്രമേയത്തിൽ എതിർപ്പ് അറിയിച്ചു. ഒപ്പം മറ്റ് രാജ്യങ്ങൾ ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തു. ഇതോടെ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കം ഐക്യരാഷ്ട്രസഭയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ട്രംപിന്റെ ഗാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. 150ഓളം ഗാസക്കാർ ഇസ്രയേലിന്റെ ചതിയിൽപ്പെട്ട് ആഫ്രിക്കയിലെത്തി. വളരെ ദുരിതം അനുഭവിച്ച ശേഷമാണ് ഇവർക്ക് ദക്ഷിണാഫ്രിക്കയിൽ ഇറങ്ങാൻ പറ്റിയത്. ഇവരെ ഇങ്ങനെ ഗാസയിൽ നിന്ന് പോകാൻ സഹായിച്ച ഒരു NGO അതുമായി ബന്ധപ്പെട്ടും വളരെ വലിയ സംശയങ്ങൾ ഉയരുകയാണ്. ഈ വാർത്തയിലേക്ക് നമുക്ക് വിശദമായി തന്നെ എത്താം. അതിനു മുമ്പ് അമേരിക്കൻ പ്രമേയത്തിന് ചെക്ക് വെച്ചുകൊണ്ട് റഷ്യ UN നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് അറിയാം. ആദ്യം എന്താണ് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തിൽ പറയുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഗാസയിൽ 2 വർഷത്തെ ഇടക്കാല ഭരണ സംവിധാനം, അതായത് ബോർഡ് ഓഫ് പീസ്, പിന്നെ ഗാസയിലെ സുരക്ഷയും അതിർത്തി നിർണയവും ഉൾപ്പെടെയുള്ള വിശാലമായ അധികാരമുള്ള അന്താരാഷ്ട്ര സ്ഥിര സേന, ഇതിനെക്കുറിച്ചെല്ലാം പ്രമേയം എടുത്തു പറയുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മാനുഷിക സഹായം സുഗമമാക്കുമെന്നും പ്രമേയം പറയുന്നു. ഈ പ്രമേയത്തിന് പ്രാദേശിക പിന്തുണയുണ്ട് എന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രമേയത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ളതാണ്. പ്രമേയത്തിന്റെ 3-ാം കരടിലാണ് ഇക്കാര്യം അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം അമേരിക്ക ഉൾപ്പെടുത്തിയത് തന്നെ റഷ്യൻ പ്രമേയത്തിന്റെ പിന്നാലെയാണ്. മാത്രമല്ല ഇസ്രയേലും പലസ്തീനികളും തമ്മിൽ സംഭാഷണത്തിന് സാഹചര്യം ഒരുക്കുമെന്നും അമേരിക്കയുടെ പ്രമേയം പറയുന്നു. എന്നാൽ അമേരിക്കൻ പ്രമേയത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യ കൊണ്ടുവന്ന പ്രമേയത്തിൽ ബോർഡ് ഓഫ് പീസിനെ കുറിച്ച് പരാമർശമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഗാസയുടെ ഭരണത്തിനായി പുറത്തുനിന്ന് ഒരു ഭരണസമിതി വരുന്നതിനെ റഷ്യ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല അന്താരാഷ്ട്ര സ്ഥിര സേനയുടെ സാധ്യതകൾ പരിശോധിക്കാൻ മാത്രമാണ് റഷ്യൻ പ്രമേയം പറയുന്നത്. ഒപ്പം അന്താരാഷ്ട്ര സേനയെ UN നേരിട്ടുള്ള അധികാര പരിധിയിൽ കൊണ്ടുവരണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു. ഒപ്പം പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്രം എന്നതാണ് പരിഹാരമെന്നും റഷ്യ പ്രമേയത്തിൽ ഊന്നി പറയുന്നുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തിന് കൃത്യമായ പോയിന്റുകൾ ഉയർത്തി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന റഷ്യയാണ് നമുക്ക് UN കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രമേയം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഏകപക്ഷീയമായി അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റഷ്യ കൂടി പ്രമേയം കൊണ്ടുവന്നതോടെ 2 പ്രമേയങ്ങളിൽ മേൽ ചർച്ച തുടരുകയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് UN നിന്ന് അറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. തങ്ങൾക്കു കൂടി അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അമേരിക്കൻ പ്രമേയത്തെ മാറ്റണമെന്ന് തന്നെയാണ് റഷ്യ പറയാതെ പറയുന്നത്. ബോർഡ് ഓഫ് പീസിനെ എതിർത്ത് ചൈനയും ചില അറബ് രാജ്യങ്ങളും രംഗത്ത് വരികയും ചെയ്തു. ഗാസ ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് പങ്കില്ല എന്ന കാര്യത്തിലാണ് ചൈനയുടെയും ചില അറബ് രാജ്യങ്ങളുടെയും എതിർപ്പ്. അതായത് ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ അധികാരമുള്ള 2 രാജ്യങ്ങൾ റഷ്യയും ചൈനയും അമേരിക്കയുടെ ബോർഡ് ഓഫ് പീസിനെ ശക്തമായി എതിർക്കുന്നു എന്നത് നിർണായകമാണ്. ബോർഡ് ഓഫ് പീസ് എന്ന നിർദ്ദേശം പ്രമേയത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നാണ് റഷ്യയും ചൈനയും അസർബൈജാനും ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. അതിനിടയ്ക്ക് റഷ്യയും ചൈനയെയും അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ അമേരിക്ക നടത്തി. അങ്ങനെയാണ് പ്രമേയത്തിന്റെ 3-ാം കരടിൽ പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് പരാമർശം വന്നത്. പലസ്തീന്റെ സ്വയം നിർണയാവകാശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ ബോർഡ് ഓഫ് പീസ് എന്ന ഭാഗം ഒഴിവാക്കിയതുമില്ല. അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും വഴങ്ങിയിട്ടില്ല. അതായത് അമേരിക്കയുടെ നയതന്ത്ര ചർച്ചയ്ക്ക് റഷ്യയും ചൈനയും വഴങ്ങിയിട്ടില്ല. സുരക്ഷാ കൗൺസിലിലെ 2 അംഗങ്ങൾ ഒഴികെ മറ്റെല്ലാവരും പ്രമേയത്തിൽ ഭേദഗതികളും സമർപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത്. അതും റഷ്യൻ നീക്കത്തിന് കരുത്തു പകർന്നു. പലസ്തീൻ രാഷ്ട്ര പദവിയിലേക്കുള്ള വ്യക്തമായ പാതയുടെ അഭാവം, ഇസ്രയേൽ സൈന്യം എപ്പോൾ ഗാസയിൽ നിന്ന് പിന്മാറും എന്നതിലുള്ള അനിശ്ചിതത്വം എന്നിവയാണ് എതിർപ്പുകൾക്ക് കാരണമാകുന്ന പ്രധാന കാര്യങ്ങൾ. ഇതൊന്നും അമേരിക്കൻ പ്രമേയം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ
റഷ്യക്ക് പിന്നാലെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബോർഡ് ഓഫ് പീസിൽ ആരെല്ലാം ഉണ്ടാകും, അത് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചും വ്യക്തമാക്കാൻ ചില അംഗങ്ങൾ US ഇതിന് പിന്നാലെ ആവശ്യപ്പെട്ടു. അതേസമയം പ്രമേയവുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ പലസ്തീനിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രമേയം പാസ്സാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയാണ്. ഇത്തരമൊരു പ്രമേയത്തിലൂടെ ഗാസ പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്നത്. ഏകപക്ഷീയമായി അംഗീകരിക്കപ്പെടുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. എന്നാൽ സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തുർക്കി തുടങ്ങിയ പ്രധാനപ്പെട്ട അറബ് മുസ്ലിം രാജ്യങ്ങളും അമേരിക്കൻ പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അവരും ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സേനയുടെ നിയമപരമായ ചട്ടക്കൂട്, ദ്വിരാഷ്ട്ര പരിഹാരം, പലസ്തീൻ അതോറിറ്റിയുടെ പങ്ക് എന്നീ വിഷയങ്ങളിലാണ് മുസ്ലിം രാജ്യങ്ങളുടെ ആശങ്ക. റഷ്യ ബദൽ പ്രമേയം അവതരിപ്പിച്ചത് തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഇത്തരം ആശങ്കകൾ കൂടി പരിഗണിച്ചാണ്, അല്ലെങ്കിൽ കണക്കിലെടുത്താണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രമേയത്തിന് അമേരിക്ക വിചാരിക്കുന്നതിലും അപ്പുറത്ത് പിന്തുണ കിട്ടുകയുമാണ്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രമേയത്തെ റഷ്യയും ചൈനയും വീറ്റോ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. UN രക്ഷാസമിതിയിൽ ഗാസയുമായി ബന്ധപ്പെട്ട പല പ്രമേയങ്ങളും അമേരിക്കയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം പരാജയപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ അമേരിക്ക നിരവധി തവണ ഗാസയിലെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ വീറ്റോ ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രമേയത്തിന്മേലുള്ള, അതായത് അമേരിക്കയുടെ ഗാസ പദ്ധതി പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും റഷ്യ കൊടുത്ത പണിയിൽ പകച്ചു നിൽക്കുന്ന അമേരിക്കയാണ് നമുക്ക് UN നിന്ന് കാണാൻ കഴിയുന്നത്. UN പാസ്സാകാതെ ഗാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ കിട്ടാത്ത സ്ഥിതി അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല ബോർഡ് ഓഫ് പീസ് എന്ന അമേരിക്കയുടെ പാവ ഭരണകൂടം, ഇഷ്ടക്കാരെ ഒപ്പം കൂട്ടി ഉണ്ടാക്കുന്ന ഗാസ സേന, ഇതെല്ലാം തുടക്കത്തിലെ പാളുന്നതാണ് UN നിന്നുള്ള കാഴ്ച. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് 153 പലസ്തീൻ പൗരന്മാരെയാണ് ഇസ്രയേലിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഈ വ്യാഴാഴ്ച ജോഹനസ്ബർഗിലെ OR ടാംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. യാത്രക്കാർക്ക് ഇസ്രയേലിൽ നിന്നുള്ള എക്സിറ്റ് സ്റ്റാമ്പുകളോ മറ്റ് ആവശ്യമായ യാത്രാ രേഖകളോ ഉണ്ടായിരുന്നില്ല. ഇത് കാരണം ദക്ഷിണാഫ്രിക്കൻ ബോർഡർ മാനേജ്മെന്റ് അതോറിറ്റി യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിച്ചില്ല. ഏകദേശം 12 മണിക്കൂറോളം അവർ വിമാനത്തിൽ തന്നെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം. ഒടുവിൽ ചില സന്നദ്ധ സംഘടനകൾ ഇടപെട്ടാണ് ഇവരെ ജോഹനസ്ബർഗിൽ ഇറക്കിയത്. വിസയില്ലാതെ 90 ദിവസം ദക്ഷിണാഫ്രിക്കയിൽ തങ്ങാൻ സർക്കാർ ഇവർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ മനഃപൂർവ്വം രേഖകൾ നൽകിയില്ല എന്നുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതായത് ഇസ്രയേലിന്റെ ചതിയുടെ മറ്റൊരു രൂപമാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളും പുറത്തു വരികയാണ്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ യാത്ര എങ്ങോട്ടാണ് എന്ന കാര്യം യാത്രക്കാർക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നതാണ്. ദക്ഷിണാഫ്രിക്കൻ ബോർഡർ മാനേജ്മെന്റ് അതോറിറ്റി ഈ വിമാനത്തിന്റെ വരവിനെ കുറിച്ചും അറിഞ്ഞിരുന്നില്ല. ഈ യാത്ര ക്രമീകരിച്ചവരെ കുറിച്ചും കൃത്യമായ വിവരമില്ല. അൽ മജ്ദ് യൂറോപ്പ് എന്ന NGO ആണ് ഈ യാത്രയ്ക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്കുള്ള യാത്ര എന്ന് തെറ്റിദ്ധരിച്ചാണ് ഗാസയിലെ ദുരിതം മടുത്ത് 153 പേർ വിമാനത്തിൽ കയറിയത്. ഇത് ഇസ്രയേലിന്റെ നിഴൽ സംഘടനയാണ് ഗാസക്കാരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഗൂഢനീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. ഗാസയിൽ നിന്ന് ആളുകളെ പല രീതിയിൽ ഒഴിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രയേലിന്റെ വിവിധ മന്ത്രിമാർ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഈ വിമാനയാത്രയ്ക്ക് പിന്നിലെന്നും തെളിയുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ. ഇന്റലിജൻസ് ഏജൻസികളും ആഭ്യന്തര വകുപ്പും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ വംശഹത്യാ കുറ്റം ചുമത്തിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അതുകൊണ്ട് തന്നെയാണ് അവർ ഗാസക്കാരുമായി എത്തിയ വിമാനം തിരിച്ചയക്കാത്തത്. മറ്റേതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിമാനം തിരിച്ചയച്ചേനെ. തങ്ങളെ അന്താരാഷ്ട്ര കോടതിയിൽ കുഴപ്പിച്ചവർക്ക് ഇസ്രയേൽ തിരിച്ച് ഒരു പണി കൊടുത്തതാണ് എന്ന ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതായത് അന്താരാഷ്ട്ര കോടതിയിൽ തങ്ങളെ ചോദ്യം ചെയ്ത വംശഹത്യാ കുറ്റം ആരോപിച്ചവരുടെ ഇടയിലേക്ക് തന്നെ ഗാസക്കാരെ പറഞ്ഞുവിടുക, അതും ചില ഗൂഢനീക്കങ്ങളുമായി അതിനെ പറഞ്ഞുവിടുക, അല്ലെങ്കിൽ ചതിയിലൂടെ പറഞ്ഞുവിടുക എന്നുള്ളൊരു നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. ഗാസക്കാരെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ, അതായത് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഗാസക്കാരെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ദക്ഷിണാഫ്രിക്ക മറ്റ് സഖ്യരാജ്യങ്ങളുമായി ആലോചിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ സംഭവം ട്രംപിന്റെ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വലിയ ആശങ്കകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
ട്രംപിന്റെ പദ്ധതിയിൽ പലസ്തീനികൾക്ക് ഗാസയിൽ നിന്ന് സ്വതന്ത്രമായി പോകാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പലസ്തീനികളുടെ പലായനം പ്രോത്സാഹിപ്പിക്കലാണ് എന്ന് അറബ് രാജ്യങ്ങൾ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഗാസക്കാരെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ആ രാജ്യങ്ങൾ തന്നെ ശക്തമായ ഭാഷയിൽ എതിർക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആഫ്രിക്കൻ രാജ്യത്തേക്കുള്ള അനധികൃത വിമാനയാത്ര, അതായത് ഗാസയിലുള്ളവരെ ഇസ്രയേൽ തന്നെ രൂപീകരിക്കുന്ന NGOകളുടെ പേരിൽ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ നിഴൽ NGOകളുടെ പേരിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഈ വിമാനയാത്രയിലൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും UN പോയാൽ അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടിയ തിരിച്ചടി ഓർക്കാപ്പുറത്ത് ഉള്ളതായിരുന്നു. ഗാസ വിഷയമായതുകൊണ്ട് തന്നെ റഷ്യ ഇടപെടില്ല എന്നായിരുന്നു അമേരിക്ക വിചാരിച്ചത്. പക്ഷേ വീണ്ടും അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുകയാണ് പുടിനും സംഘവും ഒപ്പം ചൈനയും. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കാണാൻ കഴിയുന്നത് റഷ്യയുടെ അപ്രതീക്ഷിത നീക്കങ്ങളാണ്. അമേരിക്ക പകച്ചു പോകുന്ന രീതിയിലുള്ള റഷ്യയുടെ അപ്രതീക്ഷിത നീക്കങ്ങളാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ UN കണ്ടത്. ഗാസ പദ്ധതി ഏകപക്ഷീയമായി നടപ്പിലാക്കിയെടുക്കാമെന്ന ട്രംപിന്റെ പദ്ധതിയാണ് ഈ റഷ്യയുടെ നീക്കത്തോടെ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്ത് നീക്കങ്ങളാണ് ഇനി നടക്കുക എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അംഗമാകാം. നന്ദി, നമസ്കാരം.